സോനാഗച്ചി കഥകളിൽ വായിച്ചും സിനിമകളിൽ കണ്ടും മാത്രം പരിചയമുള്ള കൊൽക്കത്തയിലെ ചുവന്ന തെരുവ്. പകൽ സമയത്ത് കൊൽക്കത്തയിലെ മറ്റ് ഏതൊരു സ്ഥലത്തെയും പോലെ ചെറിയ കടകളും വീടുകളും ലൈനുകളും നിറഞ്ഞ ഒരു സാധാരണ തിരക്കുള്ള തെരുവ്. പക്ഷേ അത് പകലിന്റെ നിറം മാറുന്നത് വരെ മാത്രമാണ്. പിന്നെ കാണുന്നത് തിരക്കു പിടിച്ച മാർക്കറ്റല്ല, സംശയത്തോടെയുള്ള തുറിച്ചുനോട്ടം മാത്രം വരുന്ന, പതിയെ ശബ്ദവും രൂപവും മാറുന്ന തെരുവോരമാണ്. ഈ തെരുവോരത്തെ ഓരോ കടകൾക്ക് പിന്നിലുമായാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ചുവന്ന തെരുവായ സോനാഗച്ചി. ഓരോ കടകൾ കഴിയുമ്പോഴും ഓരോ ഗല്ലി കാണാം. സോനാഗച്ചി ഒരു വലിയ തെരുവല്ല, നൂറുകണക്കിന് ചെറിയ ഗല്ലികളും ഇടുങ്ങിയ ലൈനുകളും ചേർന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് ഈ പ്രദേശം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ പ്രദേശത്ത് വേശ്യാവൃത്തി കൂടുതൽ വ്യാപകമായി തുടങ്ങിയത്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് സൈനികരും വ്യാപാരികളും താമസിച്ചിരുന്ന പ്രദേശങ്ങൾക്ക് സമീപം ഇത്തരത്തിലുള്ള ഇടങ്ങൾ രൂപപ്പെടാറുണ്ടായിരുന്നു. സോനാഗച്ചിയാണ് ഏറ്റവും വലുതെങ്കിലും നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ലൈംഗിക തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ചുവന്ന തെരുവുകളുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളും വേദനകളും പോരാട്ടങ്ങളും തുടങ്ങി അതിജീവനങ്ങളുടെ കഥകളാണ് ഈ തെരുവിന് പറയാനുള്ളത്. 90കളിൽ ഇവിടെ രൂപം കൊണ്ട ദർബാർ മഹിളാ സമന്വയ കമ്മിറ്റി എന്ന സംഘടന വലിയൊരു മാറ്റത്തിന് വഴിവെച്ചു. ലൈംഗിക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാടുകയും സാമൂഹിക അംഗീകാരം എന്നിവയ്ക്കായി പ്രവർത്തിക്കുകയും ചെയ്ത സംഘടനയാണ് ഇത്. നിരവധി ഇടുങ്ങിയ ലൈനുകളാൽ സമ്പന്നമായതുകൊണ്ട് ഒന്ന് വഴിതെറ്റിപ്പോയാൽ പുറത്തു വരാൻ സാധ്യമല്ല. കൂടെ അത്രമേൽ വിശ്വാസമുള്ള ഈ തെരുവിനെക്കുറിച്ചും ഇവിടത്തെ വഴികളെക്കുറിച്ചും അറിവുള്ള ഒരു ലോക്കൽ ബംഗാളി കൂടെയില്ലെങ്കിൽ പെട്ടുപോകും. ഈ ചുവന്ന തെരുവോരം കാണാൻ എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിന് നന്ദി. ആള് ഞങ്ങളെപ്പോലൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ടും ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടും മാത്രമാണ് ഈ യാത്ര എനിക്ക് സാധ്യമായത്.